മലയാളത്തിൻ്റെ മികച്ച സംവിധായകരായിരുന്ന സിദ്ദീഖ് ലാൽ ഒരുമിച്ച് സംവിധാനം ചെയ്ത തങ്ങളുടെ അഞ്ചാമത്തെ ചിത്രമായ കാബൂളിവാലയിലെ ഒരു രംഗം ഓർമ്മയില്ലേ? ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കടയിലേക്ക് ഓടിക്കയറുന്ന കന്നാസും കടലാസും, അതായത് ജഗതി ശ്രീകുമാറും ഇന്നസെൻറ്റും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ആ കടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് അറിയാതെ അവരെ തിരക്കി വന്ന പോലീസുകാരോട് ഇവിടെ പരിശോധിച്ചിട്ട് പോണം സാറേ എന്ന് ശങ്കരാടി നിഷ്കളങ്കമായി പറയുന്ന രംഗം. വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാനൊരുങ്ങുന്ന പോലീസുകാരോട് അത് പറ്റില്ല സാർ, ഇവിടെ പരിശോധിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് വാഴക്കുല ഉറയിലിട്ട് വച്ചിരിക്കുന്ന ആ അറയുടെ മൂടി ശങ്കരാടി തന്നെ പൊക്കി കാണിക്കുന്നു. പാവപ്പെട്ട കന്നാസും കടലാസും ഒളിച്ചിരിക്കുന്നത് അവിടെയായിരുന്നു. ഈ കന്നാസിനെയും കടലാസിനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അവരെ ഒളിപ്പിച്ചു വച്ചിരുന്നു എന്ന കുറ്റത്തിന് കടയുടമയായ ശങ്കരാടിയെയും പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു. വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തോളിൽ വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ടെന്ന് നാട്ടിൻപുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു തമാശ തന്നെയായിരുന്നു ആ സിനിമയിലും കണ്ടത്. എന്നാൽ ഏറെ കാലം കാത്തിരിക്കേണ്ടി വന്നു അത്തരത്തിലുള്ള മറ്റൊരു തമാശ കാണാൻ. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ശേഷം ആ തമാശ സംഭവിച്ചത് 2025-ലാണ്, അതായത് ഇക്കഴിഞ്ഞ ദിവസം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ജ്വലിക്കുന്ന മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്, MLA ആണ്, സർവോപരി ഷാഫി പറമ്പിലിൻ്റെ കൂട്ടുകാരനും VD സതീശൻ്റെ അടുത്ത ആളുമാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വെല്ലുവിളി. ഈ പുള്ളിക്കാരൻ എന്തോ ആവേശത്തിൻ്റെ പുറത്ത് വെല്ലുവിളിച്ചതാണെന്ന് തോന്നുന്നു. എന്നാലും ആ വെല്ലുവിളി കേൾക്കുമ്പോൾ എതിരാളികൾക്ക് ചൊറിഞ്ഞു വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. CPM സ്ഥാനാർത്ഥി ആരാ? CPM പറയാനൊരു പേര് പോലും ഇല്ല. CPM അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. എന്നാൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എല്ലാവരും കണ്ടതുമാണ്. തങ്ങൾക്കാരെയും പേടിയില്ല എന്നും M സ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്നും വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തലയിൽ മുണ്ടിട്ടുകൊണ്ട് PV അൻവറിൻ്റെ വീട്ടിലെത്തി കോംപ്രമൈസ് ചർച്ച നടത്തിയത് വലിയ വിവാദമായിരുന്നു. PV അൻവറിനെ അനുനയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്നാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. M സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് അൻവറിനെ ഒപ്പം നിർത്താൻ സതീശൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച രാത്രിയാണ് PV അൻവറിൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. VD സതീശനുമായി വളരെ അടുപ്പമുള്ള നേതാവാണ് രാഹുൽ. സതീശൻ അറിയാതെയാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയതെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇടത് ക്യാമ്പുകൾ ആരോപിക്കുന്നത്. അപ്രതീക്ഷിതമായി M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ UDF ക്യാമ്പ് ഞെട്ടിപ്പോയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരാജിനെ വെല്ലുവിളിച്ചത് ഒരു ഓളത്തിനായിരുന്നു എങ്കിലും പണി പാളിയെന്ന് പുള്ളിക്കും പുള്ളിയുടെ പാർട്ടിക്കും മനസ്സിലായി. PV അൻവറിനെ പൂർണ്ണമായി തള്ളുന്ന നിലപാട് സ്വീകരിച്ച VD സതീശൻ സ്വരാജ് മത്സരരംഗത്തെത്തിയതോടെ നിലപാട് മയപ്പെടുത്തിയതും ശ്രദ്ധേയമായി. കാരണം ഒരിക്കലും സ്വരാജ് മത്സരരംഗത്തേക്ക് വരില്ലെന്ന് തന്നെ UDF ഉറപ്പിച്ചിരുന്നു. അതിന് കാരണം സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടി ചിഹ്നത്തിലായിരിക്കും. പാർട്ടി ചിഹ്നത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ ഇടതുപക്ഷം നിർത്താൻ സാധ്യതയില്ലെന്ന് തന്നെ UDF കരുതി. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളും UDFിനുള്ളിലെ മറ്റു വിഷയങ്ങളും മുൻനിർത്തി LDF സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഉണ്ടെന്ന് കണക്കാക്കി പാർട്ടിയിലെ സമുന്നതനായ നേതാവിനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കുകയായിരുന്നു. പണി പാളിയതായി UDF മനസ്സിലാക്കിയത് അതോടുകൂടിയാണ്. PV അൻവറിൻ്റെ സഹായമില്ലാതെ നിലമ്പൂരിൽ മത്സരിച്ചു ജയിക്കാൻ ആകില്ലെന്ന തിരിച്ചറിവ് UDFിലെ മുതിർന്ന നേതാക്കൾക്ക് വന്നതും അപ്പോൾ മാത്രമാണ്. ഇതുവരെ അൻവറെ തള്ളിക്കളഞ്ഞ് അൻവർ ഇല്ലെങ്കിലും വിജയിക്കുമെന്ന് പ്രതീക്ഷ വച്ചുകൊണ്ടിരുന്ന UDF ആകെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കാരണം VD സതീശൻ്റെ ഒറ്റ നിർബന്ധ ബുദ്ധിയാണ് അൻവറിനെ UDFിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കഞ്ഞത്. എന്നാൽ സ്ഥിതിഗതികൾ മാറിയപ്പോൾ കാര്യങ്ങൾ LDFിന് അനുകൂലമായാണ് പോകുന്നതെന്ന് സതീശന് മനസ്സിലായി. PV അൻവറെ കൂടെ നിർത്തുക മാത്രമേ വഴിയുള്ളൂ എന്നും. അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് സ്വീകരിച്ച സതീശൻ സ്വരാജ് മത്സരരംഗത്ത് എത്തിയതോടെ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ താൻ നേരിട്ട് അൻവറിനെ വിളിക്കുകയോ
അനുനയിപ്പിക്കാൻ നോക്കുകയോ ചെയ്താൽ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടനിലക്കാരനായി കളത്തിലിറക്കിയത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഈ ആരോപണം ശരിയാണെന്ന് കരുതാനൊരു കാരണവുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് ശരിയായില്ലെന്ന് പറയുമ്പോഴും സതീശൻ അതിനെ ലാഘവത്തോടെയാണ് കാണുന്നത് എന്നുള്ളതാണ് സംശയം ജനിപ്പിക്കുന്നത്. തനിക്ക് രാഹുൽ അനുജനെ പോലെയാണെന്നും അൻവറിനെ കണ്ടത് ശരിയായില്ലെന്ന് പറയുകയും ശാസിക്കുകയും ചെയ്യുമെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സതീശൻ തയ്യാറായില്ല. അതേസമയം അൻവറിനെ ഒപ്പം നിർത്താൻ സാധിക്കാത്തതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് കടുത്ത അതൃപ്തിയുണ്ട്. അൻവർ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചത് യു.ഡി.എഫിന് ദോഷം ചെയ്യുമെന്നും അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. തുടക്കം മുതലേ അൻവറിനോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം വളരെ മോശമായിരുന്നു എന്നും അല്പം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയത്തെ എടുത്തുചാട്ടം കൊണ്ട് വഷളാക്കി എന്നുമാണ് അവർ ആരോപിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന പരിഗണന ഉറപ്പു നൽകി നിലമ്പൂരിൽ അൻവറിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പല നേതാക്കളും തങ്ങളുടെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തിയതിന് പിന്നാലെ PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് UDF ക്യാമ്പിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അൻവറിനെ അന്വയിപ്പിച്ച് ഒപ്പം നിർത്തേണ്ടതിന് പകരം കൂടുതൽ പ്രകോപിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നാണ് UDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ UDF തോൽവി മണത്ത് കഴിഞ്ഞു. ഇതുവരെ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് ചിലപ്പോൾ കരുതേണ്ടി വരും. കാരണം തോൽവിയെക്കുറിച്ച് ഭയമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകേണ്ടിയിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു എന്ന സംശയം പറയുന്നുണ്ട്. എന്നാൽ ഷാഫി പറമ്പിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്നും പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ നിന്നിറങ്ങി അൻവറെ കാണാൻ പോവുകയായിരുന്നു എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഇവിടെ ഈസിയായി ജയിക്കാമെന്നായിരുന്നു കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നത്. PV അൻവറെ മുൻനിർത്തിയുള്ള കളികൾ ഏകദേശം ലക്ഷ്യത്തിലേക്ക് എത്തിയതുമാണ്. അതിനിടയിലാണ് വി.ഡി. സതീശൻ മറ്റാരോടും ചോദിക്കാതെ തൻ്റെ തനിച്ചാക്കി വടക്കാക്കൽ മോഡൽ രാഷ്ട്രീയ കളി പുറത്തെടുത്തത്. അതോടുകൂടി സാഹചര്യങ്ങളും സാധ്യതയും മാറിമറിയുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവനന്തപുരത്തായിരുന്ന എം സ്വരാജ് മണ്ഡലത്തിൽ വന്നിറങ്ങിയതോടെ UDF നേതൃത്വത്തിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി. അതോടുകൂടിയാണ് തലയ്ക്കും തലേ ദിവസം എം സ്വരാജിനെ വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ PV അൻവറുടെ കാല് പിടിക്കാനായി രാത്രിയിൽ വീട്ടിൽ പോയത്. എന്തായാലും UDF അനുകൂല മണ്ഡലമായ നിലമ്പൂരിൽ സ്വാഭാവികമായും കുറച്ച് സാധ്യതയുണ്ടായിരുന്ന UDFന് ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗുകാർക്കിടയിൽ എം സ്വരാജ് സ്വീകാര്യനായ നേതാവാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ തക്കവിധം മണ്ഡലത്തിൽ ജനകീയനായ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി PV അൻവറിൻ്റെ എൻട്രി. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ലീഗ് അണികളുടെ വോട്ട് അൻവർ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനായിരിക്കും കൂടുതൽ തിരിച്ചടിയാകുകയെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ ഭയപ്പെടുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് കൂടി ഓർക്കണം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ CPM തുടക്കം മുതലേ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ സ്വരാജുമായി സംസാരിക്കുകയും മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആര്യാടൻ കുടുംബത്തോട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തുടക്കം മുതൽ കടുത്ത വിയോജിപ്പുണ്ട്. ലീഗ് അണികൾക്കിടയിലും ഈ അതൃപ്തി രൂക്ഷമാണ്. ഇത് മനസ്സിലാക്കിയ നിലമ്പൂരിലെ CPM നേതൃത്വം പാർട്ടി ചിഹ്നത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഷൗക്കത്തിനോട് അതൃപ്തിയുള്ള ലീഗ് വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഏകീകരിക്കാൻ കഴിവുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യതയുണ്ടെന്ന് CPM വിലയിരുത്തി. സ്വരാജ് മത്സരിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും താൽപ്പര്യം അറിയിച്ചു. തുടർന്നാണ് CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടിയാണ് വെല്ലുവിളികളും ഭീഷണിയുമായി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും രാത്രി PV അൻവറിൻ്റെ വീട്ടിൽ ചെന്ന് കാല് പിടിക്കാനുള്ള സാധ്യത ഒരുങ്ങിയത്.